2025 ഡിസംബർ 9 സിറാജ് എഡിറ്റോറിയൽ. പ്രോസിക്യൂഷന് ഭാഗിക വിജയം. സിനിമാ നടി ആക്രമിക്കപ്പെട്ട കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. കേസിൽ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി ചൂണ്ടിക്കാട്ടിയാണ് 8ാം പ്രതി ദിലീപിനെ ജസ്റ്റിസ് ഹണി എം വർഗീസ് കുറ്റവിമുക്തനാക്കിയത്. ഗൂഢാലോചന കുറ്റത്തിനാണ് ദിലീപ് പ്രതി ചേർക്കപ്പെട്ടിരുന്നത്. 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെട്ടത്. തൃശൂരിൽ സിനിമയുടെ ഡബ്ബിംഗ് കഴിഞ്ഞ് കൊച്ചിയിലേക്ക് മടങ്ങവേ വഴിയിൽ വെച്ച് ട്രാവലറിൽ എത്തിയ അക്രമി സംഘം നടി സഞ്ചരിച്ച കാറിലേക്ക് അതിക്രമിച്ചു കയറി അവരെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തുകയും ചെയ്തുവെന്നാണ് കേസ്. ദിവസങ്ങൾക്കകം മുഖ്യപ്രതി പൾസർ സുനിയും സംഘവും അറസ്റ്റിലായി. ഒരു ക്രിമിനൽ സംഘത്തിന്റെ ചെയ്തിയെന്ന നിലയിലാണ് സംഭവം തുടക്കത്തിൽ വിലയിരുത്തപ്പെട്ടത്. പോലീസ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചതും ഇതടിസ്ഥാനത്തിലായിരുന്നു. പിന്നീടാണ് സംഭവത്തിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന സംശയം ഉടലെടുത്തത്. നടിയെ ആക്രമിക്കാൻ പൾസർ സുനിയെയും സംഘത്തെയും നിയോഗിച്ചത് നടൻ ദിലീപാണെന്ന ആരോപണം ഉയർന്നു. താമസിയാതെ അന്വേഷണ സംഘവും ഇത് സ്ഥിരീകരിച്ചു. ഇതോടെയാണ് കേസ് ജനശ്രദ്ധ നേടിയത്. എങ്കിലും അക്രമി സംഘവും ദിലീപും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. തുടക്കത്തിൽ ദിലീപിനെതിരെ മൊഴി നൽകിയ സാക്ഷികളിൽ 28 പേർ മൊഴി മാറ്റിയതും കേസിൽ നിർണായകമായി. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് പൂർവ്വ വൈരാഗ്യമുണ്ടായിരുന്നുവെന്നാണ് ഈ സാക്ഷികളിൽ മിക്കവരും നേരത്തെ മൊഴി നൽകിയത്. പിന്നീട് ഇവർ മാറ്റിപ്പറയുകയായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട ദിവസം സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ വിളിച്ചു ചേർത്ത ഐക്യദാർഢ്യ ചടങ്ങിൽ ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗവും ഗൂഢാലോചനാ നിഗമനത്തിന് ശക്തി പകർന്നിരുന്നു. ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് സംഭവത്തിൽ. ഗൂഢാലോചനക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണ നൽകാൻ അമ്മയ്ക്ക് ബാധ്യതയുണ്ടെന്നായിരുന്നു മഞ്ജുവിന്റെ പരാമർശം. കേസുകളുടെ നടത്തിപ്പിലും തീർപ്പിലും നിർണായകമാണ് സാക്ഷിമൊഴി. മറ്റു തെളിവുകളെക്കാളും മിക്കപ്പോഴും കേസിന്റെ ഗതി നിർണയിക്കുന്നത് സാക്ഷികളാണ്. സാക്ഷിയുടെ വാക്കുകളാണ് നീതിയുടെ അടിത്തറയെന്നാണ് നിയമവാക്യം. എങ്കിലും സാക്ഷികളുടെ കൂറുമാറ്റം നീതിന്യായ മേഖലയ്ക്കൊരു വെല്ലുവിളിയുമാണ്. പ്രതിസ്ഥാനത്തുള്ളവർ ശക്തരും സ്വാധീനമുള്ളവരുമെങ്കിൽ കൂറുമാറ്റം സാധാരണമായി മാറിയിരിക്കുന്നു കോടതികളിൽ. സാക്ഷിയുടെ മനസ്സല്ല മാറുന്നത്. സമ്മർദ്ദം, ഭീഷണി, സാമ്പത്തിക നേട്ടം, സാമൂഹികമായി ഒറ്റപ്പെടുമോ എന്ന ഭീതി, നീണ്ടുപോകുന്ന വിചാരണ തുടങ്ങിയ കാരണങ്ങളാൽ മനസാക്ഷിയെ വഞ്ചിക്കാൻ സാക്ഷികൾ നിർബന്ധിതരാവുകയാണ്. സത്യം തുറന്നു പറഞ്ഞാൽ നേരിട്ടേക്കാവുന്ന ഭവിഷ്യത്തിൽ നിന്ന് സംരക്ഷണം നൽകാനുള്ള സംവിധാനങ്ങളുമില്ല രാജ്യത്ത്. ഒരാൾ കണ്ടതോ അനുഭവിച്ചതോ ബോധ്യപ്പെട്ടതോ ആയ കാര്യം നിയമപാലകരുടെ മുമ്പിലോ കോടതിയിലോ തുറന്നു പറയണമെങ്കിൽ സാമൂഹിക നിയമസംരക്ഷണം ഉറപ്പാകണം. അതില്ലാതെ വരുമ്പോൾ കണ്ണ് ചിമ്മേണ്ടി വരും. നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും അപകടകരമായ ഒരു വശമാണ് ഇത്തരം കൂറുമാറ്റങ്ങൾ. കേവലം ഒരു കേസിനെയോ ഇരയെയോ മാത്രമല്ല, നിയമവ്യവസ്ഥയുടെ വിശ്വാസ്യതയെ തന്നെ ഇത് ബാധിക്കുന്നു. വിധിപ്രസ്താവത്തിൽ സിനിമ, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയർന്നത്. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് നീതിയുടെ വിജയമായി വിലയിരുത്തുന്നവരും സംഭവത്തിനു പിന്നിലെ ഗൂഢാലോചനക്കാരെ പുറത്തു കൊണ്ടുവന്നെങ്കിലേ കേസിൽ നീതി നടപ്പാകൂ എന്ന വീക്ഷണക്കാരുമുണ്ട്. ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് പ്രോസിക്യൂഷൻ. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി അന്തിമമല്ല. അന്തിമ വിധി വരെ അതിജീവിതക്കൊപ്പം നിൽക്കുമെന്നാണ് കേസന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ബി സന്ധ്യ IPSന്റെ പ്രതികരണം. കോടതി വിധിയെ നമുക്ക് മാനിക്കേണ്ടതുണ്ട്. തെളിവുകളെ ആധാരമാക്കിയേ കോടതിക്ക് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കാനാകൂ. സംഭവവുമായി നേരിട്ട് ബന്ധപ്പെടാത്ത ഗൂഢാലോചനക്കാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും കുറ്റക്കാരെന്ന് കോടതി നിരീക്ഷിച്ച പ്രതികളെ ഗൂഢാലോചന ആരോപിക്കപ്പെടുന്നവരുമായി ബന്ധിപ്പിക്കുന്ന കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്ത സാഹചര്യത്തിൽ അവരെ കുറ്റവിമുക്തരായി പ്രഖ്യാപിക്കുകയല്ലാതെ കോടതിയുടെ മുമ്പിൽ വഴികളില്ല. മറ്റു സംശയങ്ങളെല്ലാം ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ട്രയൽ ബൈ മീഡിയ കേസുകളിൽ കുറ്റവാളികളെയും നിരപരാധികളെയും കുറിച്ച് മുൻതീർപ്പ്
കൽപ്പിക്കുന്ന മാധ്യമശൈലി വഴി ഉടലെടുത്തതാകാം. അതേസമയം എല്ലാ കോടതി തീർപ്പുകളും കുറ്റമറ്റതോ തീർത്തും ന്യായമോ ആകണമെന്നില്ല. ബാഹ്യ സമ്മർദ്ദങ്ങളും കേസ് നടപടികളുടെ ദൈർഘ്യവും പ്രതികൾക്ക് തടിയൂരാൻ അവസരം നൽകാറുണ്ട്. ഡൽഹിയിൽ പെൺകുട്ടി ആക്രമിക്കപ്പെട്ട കേസ് പോലെ ജനശ്രദ്ധ നേടിയ കേസായിട്ടും തീർപ്പ് കൽപ്പിക്കാൻ 9 വർഷത്തോളം എടുത്തത് പ്രതികൾക്ക് സാക്ഷികളെ സ്വാധീനിക്കാനും മൊഴി തിരുത്തിക്കാനും തെളിവുകൾ ദുർബലമാക്കാനും അവസരം നൽകിയേക്കാം. കാലദൈർഘ്യം സാക്ഷികളുടെ ഓർമ്മകളെയും ചിന്തകളെയും ബാധിക്കാനുമിടയുണ്ട്. കേസന്വേഷണവും കോടതി നടപടികളും ഫോറൻസിക് പരിശോധന തുടങ്ങി സാങ്കേതിക തെളിവ് ശേഖരണവും പരമാവധി വേഗത്തിലാക്കേണ്ടത് നീതിന്യായ മേഖലയുടെ കാര്യക്ഷമതയ്ക്കും വിശ്വാസ്യത നിലനിർത്താനും അനിവാര്യമാണ്.